ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? പെയിൻറ് അല്ലേ? പെയിൻറ് എന്താണെന്ന് പറഞ്ഞു. പെയിൻറ് എവിടേക്ക് യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല. പെയിൻറ്റിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് പെയിൻറ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഏതൊക്കെ മെറ്റീരിയൽസ് പെയിൻറ്റിലുണ്ട്, ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് പെയിൻറ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? അതായത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. എന്തൊക്കെ നല്ലൊരു പെയിൻ്റ് ആണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം അല്ലേ? റെസിസ്റ്റൻസ് ടു വിയർ, കളർ ഫാസ്റ്റ്നെസ്, റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്, പീലിംഗ് ആൻഡ് ചിപ്പിംഗ്, സ്റ്റെയിൻ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻസ്, വാട്ടർ റെസിസ്റ്റൻസ്. ഇതൊക്കെ എന്ത് വേണം? എന്ത് ക്വാളിറ്റീസൊക്കെ ആർക്ക് വേണം? പെയിൻറ്റിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പെയിൻ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ക്വാളിറ്റി ആയിട്ടുള്ള പെയിൻ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെന്താണ് പറഞ്ഞത്? ഓയിൽ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഓയിൽ പെയിൻറ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? പിഗ്മെൻറ്റ് ഉണ്ട്, അത് കളറിന് വേണ്ടിയിട്ടാണ്. അതായത് ഏതൊരു പെയിൻ്റ് ആണെങ്കിലും അതിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പിഗ്മെൻറ്റ് യൂസ് ചെയ്യുക. പിന്നെന്താണ്? ബൈൻഡർ, അതായത് പെയിൻറ്റിലെ പിഗ്മെൻറ്റ്സും ബാക്കിയുള്ള പാർട്ടിക്കിൾസിനും ഒരുമിച്ച് ചേർത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? ബൈൻഡറാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സർഫസിനെയും പെയിൻറ്റും തമ്മിലുള്ള ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? ബൈൻഡറാണ്. ബൈൻഡറായിട്ട് ഏത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്. പിന്നെന്താണ്? ഒരു സോൾവെൻ്റ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്. നമുക്ക് പെയിൻറ്റ് അടിക്കാവുന്ന കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, കൺസിസ്റ്റൻസിയുടെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ സോൾവെൻറ്റ് യൂസ് ചെയ്യുക. പിന്നെന്താണെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡ്രയർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈ ആവുന്നതിനെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, സ്പീഡ് കൂട്ടാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡ്രയർ യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ ഇത്രയും ഭാഗം? ഒരു മിനിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? വാർണിഷ് എന്താണെന്ന് പറഞ്ഞു. എന്താ വാർണിഷ്? റെസിനും സോൾവെൻറ്റും കൂടിയിട്ടുള്ള മിക്സ്ചറാണ്. നമ്മൾ എന്തിനാണ്? ഒരു ലിക്വിഡ് കോട്ടിങ്ങിൻ്റെ ഫോമാണ് എന്ത്? വാർണിഷ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതെന്താണ്? ഡ്രൈ ആയതിന് ശേഷം ഒരു ഹാർഡായിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആക്ട് ചെയ്യണു അല്ല? വാർണിഷ് എന്തിനാ? നല്ല അപ്പിയറൻസ് കിട്ടാനും അതുപോലെ തന്നെ ഫിനിഷിങ് കിട്ടാനും ഇതെന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എവിടേക്കാണ്? വുഡിലും പിന്നെന്താണ്? പെയിൻറ്റ് ചെയ്ത സർഫസിലും നമ്മൾ വാർണിഷ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്? ഇൻഗ്രീഡിയൻസ് ഓഫ് വാർണിഷ് പറഞ്ഞു ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? എന്താണ്? ഡ്രൈയിങ് ഓയിൽ ഉണ്ട്, പിന്നെന്താണ്? റെസിൻ ഉണ്ട്. റെസിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞു, ഞാനത് അതിലിട്ടിട്ടുണ്ട്. എന്താണ് സാന്ത്രാക്സ്, എന്താണ് ആംപർ, അതുപോലെ കോപ്പൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട് പോലെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. റെസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. എന്താണ് അടുത്തത്? ഡ്രയർ ഉണ്ടായിരിക്കും. എന്താണ് ഡ്രയർ? ഡ്രൈയിങ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈയിങ്ങിനെ ഫാസ്റ്റൻ ചെയ്യാനായിട്ടാണ് എന്ത്? ഡ്രയേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഒരു സോൾവെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. വോൾട്ടൈൽ സോൾവെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഹെൽപ്പ് ദി വാർണിഷ് സ്പ്രെഡ് ആൻഡ് അപ്ലൈ ഈവൻലി. ഈ സോൾവെൻറ്റ്സ് നോർമലി പെയിൻറ്റിലായാലും വാർണിഷിലായാലും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ. കൺസിസ്റ്റൻസിയിൽ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സോൾവെൻറ്റുകൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്.
അടുത്ത എന്താണ് ടോപ്പിക്ക്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് വാർണിഷ്. ഒരു ഗുഡ് വാർണിഷ് ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ്? എന്താണ് ഡ്യൂറബിലിറ്റി. എന്താണ് നല്ലൊരു വാർണിഷ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ആയിരിക്കണം. നമ്മൾ ഇന്ന് അടിച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല? അത് ഫെയ്ഡ് ആവാൻ പാടില്ല, അത് പൊളിഞ്ഞു പോകാൻ പാടില്ല, പീൽ ചെയ്യാൻ പാടില്ല, അതിന് ഡാമേജുകൾ സംഭവിക്കാൻ പാടില്ല, ഡിഫക്റ്റുകൾ സംഭവിക്കരുത്, ക്രാക്ക് ഉണ്ടാവരുത്, അല്ലേ? എന്ത് വേണം? ഡ്യൂറബിലിറ്റി. എന്താ ഡ്യൂറബിലിറ്റി? ഈട് നിൽക്കുന്നതായിരിക്കണം, അല്ലേ? നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും അത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക എന്താണ്? ഡ്യൂറബിൾ ആണോ എന്നുള്ളതാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെങ്കിൽ നമ്മളത് പൈസ കൊടുത്ത് മേടിച്ച് ചെയ്യോ? അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, അത് പെട്ടെന്ന് നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് നോക്കും? അതിൻ്റെ സ്ക്രീൻ നോക്കും, സ്ക്രീൻ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കും, ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കും, ബാറ്ററി ലൈഫ് നോക്കും, ക്യാമറ നോക്കും, അല്ലേ? എത്രയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കും. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി നമ്മൾ നോക്കുക, അല്ലേ? പെട്ടെന്ന് കേടാവുന്ന ടൈപ്പ് മോഡലുകൾ, അതായത് ബാറ്ററി കംപ്ലൈൻറ്റ് വരിക, ഇപ്പോൾ റെഡ്മിയുടെ ഫോണൊക്കെ പെട്ടെന്ന് ഹീറ്റ് ആവുക, അല്ലേ? അത്രയൊക്കെ ക്വാളിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു വാർണിഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഡ്യൂറബിലിറ്റിയാണ്. എത്ര നാൾ ഈട് നിൽക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എത്ര വരെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്താണ്? ഗുഡ് ക്വാളിറ്റി വാർണിഷ് ഷുഡ് ബി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ, റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചസ്, വാട്ടർ ആൻഡ് സ്റ്റെയിൻസ്. എന്തായിരിക്കണം? ഗുഡ് ക്വാളിറ്റി ഉള്ള വാർണിഷ് ആണെങ്കിൽ ഹാർഡായിരിക്കണം, പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നതോ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുന്നതോ ആവാനായിട്ട് പാടില്ല. ഹാർഡായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, ഈട് നിൽക്കുന്നതായിരിക്കണം. പിന്നെ എന്തിനൊക്കെ റെസിസ്റ്റ് ചെയ്യണം? റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്. എന്താ സ്ക്രാച്ച്? പോറലുകൾ. വാട്ടറിന് റെസിസ്റ്റ് ചെയ്യണം. അതുപോലെ എന്താണ്? സ്റ്റെയിന്, കറകളെയും റെസിസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഫർണിച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മളതിൽ നട്ടും ബോൾട്ടൊക്കെ യൂസ് ചെയ്യും, അല്ലേ? ഫർണിച്ചേഴ്സിൽ ജോയിൻസുകൾ ചെയ്യാനായിട്ട്, അല്ലേ? നട്ടും ബോൾട്ടൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ എന്താണ്? അവിടെ സ്റ്റീലായിട്ടുള്ള കോണ്ടാക്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യരുത്? അതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് ഫോം ചെയ്യരുത്. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കണം എന്ത്? ഒരു നല്ല വാർണിഷ്, അല്ലേ? ഇതാണ് ആദ്യം പറഞ്ഞത്, ഡ്യൂറബിലിറ്റി. ഗുഡ് ക്വാളിറ്റി വാർണിഷ് ഷുഡ് ബി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ, റെസിസ്റ്റൻറ്റ് ടു സ്ക്രാച്ചസ്, വാട്ടർ ആൻഡ് സ്റ്റെയിൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഫസ്റ്റത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്താണ്? റാപ്പിഡ് ഡ്രൈയിങ്. എന്താ റാപ്പിഡ് ഡ്രൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? റാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന്, അല്ലേ? പെട്ടെന്ന് എന്നുള്ള മീനിങ് ആണ്. ഡ്രൈയിങ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക. അതിനാണ് നമ്മൾ റാപ്പിഡ് ഡ്രൈയിങ് എന്ന് പറയാം. എന്താണ് വരുന്നത്? വാർണിഷ് ഷുഡ് ഡ്രൈ റിലേറ്റീവ്ലി ക്വിക്ക്ലി ഫോർ എഫിഷ്യൻറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് യൂസ്. എന്താണ്? ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്തായിരിക്കണം? വാർണിഷ് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കണം. ഡ്രൈ ആവാനായിട്ട് കൂടുതൽ സമയം പാടില്ല, അല്ലേ? ഇഫക്റ്റീവ് ആയിരിക്കണം അത്. അതായത് വാർണിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? റെസിനൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. വാർണിഷിൽ റെസിൻ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ്. ചെറിയൊരു ചൂട് കാറ്റോ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നത് ഡ്രൈ ആവും. അങ്ങനെയുള്ളതായിരിക്കണം. കൂടുതൽ സമയമെടുത്താൽ എന്താണ്? അത് സോഫ്റ്റ് ആവാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് കൂടുതൽ സമയം എടുക്കുമ്പോൾ വാർണിഷ് സോഫ്റ്റ് ആവാൻ തുടങ്ങും. പെട്ടെന്ന് ഡ്രൈ ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ ഒരു വാർണിഷിൻ്റെ ഹാർഡ്നെസ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രൈ ആവണം. പിന്നെന്താ വരുന്നത്? യൂണിഫോമിറ്റി. ഇത് യൂണിഫോമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിഫോമിറ്റി നമ്മൾ നോർമലി എന്താ പറയുക? യൂണിഫോം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ, ഒരുപോലെ ഉള്ളത്, അതിനെല്ലാം നമ്മൾ യൂണിഫോം എന്ന് പറയാം. ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ യൂണിഫോം എന്ന് പറയാം. ദ ഫിനിഷ്ഡ് സർഫസ്
ഷുഡ് ഹാവ് എ യൂണിഫോം കളർ ആൻഡ് അപ്പിയറൻസ്. എല്ലായിടത്തും ഒരേപോലെ കളറും ഒരേപോലെ തിക്നെസ് ഉള്ളതായിരിക്കണം, ഒരേപോലെ അപ്പിയറൻസ്, അതായത് ഒരേപോലെ ആയിരിക്കണം വാർണിഷ് യൂസ് ചെയ്ത സർഫസുകൾ ഒരേപോലെ വേണം ഇരിക്കാനായിട്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാൻ പാടില്ല. എല്ലായിടത്തും ഇപ്പോൾ ഒരു ലെയറാണ് നമ്മൾ അടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ഒരു ലെയറിൽ വേണം കാണാനായിട്ട്. അതായത് യൂണിഫോം കളറായിരിക്കണം ആൻഡ് അപ്പിയറൻസ്. ക്ലിയർ ആണോ? ഒരു യൂണിഫോമിറ്റി വാർണിഷിൽ കീപ്പ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. ഇതും കൂടുതലും നമുക്ക് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് അനുസരിച്ചിരിക്കും. സോൾവെൻ്റ് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ യൂണിഫോം ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് ലോങ് ലാസ്റ്റിംഗ്? എന്താണ്, അതാണ് ഡ്യൂറബിലിറ്റി പറഞ്ഞതുപോലെയാണ് എന്ത്, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ഇതാണ് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ വാർണിഷ് ഷുഡ് ബി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് റെസിസ്റ്റ് ടു ഫെയ്ഡിങ് ഓർ ക്രാക്കിംഗ് ഓവർ ടൈം. അതായത് അതിൻ്റെ ലൈഫ് സ്പാനിൽ, അതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ ഇടയിൽ എന്ത് സംഭവിക്കാനായിട്ട് പാടില്ല, ഫെയ്ഡ് ആവാനായിട്ടും പാടില്ല, ക്രാക്കിംഗ് ഒന്നും ഉണ്ടാവാനും പാടില്ല. നമ്മൾ പറഞ്ഞു ഡ്യൂറബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ, ഈട് നിൽക്കുന്നതായിരിക്കണം. ഈട് നിന്നാൽ മാത്രം മതിയോ? എന്തും കൂടി നോക്കണം. എൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവാനായിട്ട് പാടില്ല, ക്രാക്കിങ്സ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് കേട്ടോ പറയുന്നത്. ഡ്യൂറബിലിറ്റി പറയുമ്പോൾ അതിൻ്റെ ദൈർഘ്യം, അതായത് എത്രത്തോളം ഈട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ലോങ് ലാസ്റ്റിങ്ങിൻ്റെ എന്താണ്, ആ ഈട് നിൽക്കുന്ന സമയം നമ്മൾ എങ്ങനെയാണോ ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം. അതായത് കളർ ഫെയ്ഡ് ആവാനായിട്ടൊന്നും പാടില്ല. ഓക്കെ, ക്രാക്കേഴ്സ് വരാൻ പാടില്ല, പിന്നെ ബൾജ് വരാൻ പാടില്ല. ഈ വാർണിഷ് കൂടുതൽ അടിക്കുമ്പോഴും പെയിൻറ്റ് കൂടുതൽ അടിക്കുമ്പോഴും മറ്റേ എയർ ബബിൾസ് വരും, കണ്ടിട്ടുണ്ടോ? പെയിൻറ്റിലൊക്കെ എയർ ബബിൾസ് വന്നാൽ അത് പൊട്ടി അവിടെ ഒരു അടയാളം പോലെ കാണാൻ പറ്റും. അതൊന്നും പാടില്ല. ഓക്കെ, പിന്നെ എന്താണ് വരുന്നത്, വാട്ടർ ആൻഡ് സ്റ്റെയിൻ റെസിസ്റ്റൻസ്. വാർണിഷുകൾ എപ്പോഴും എന്തായിരിക്കണം, വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യണം, സ്റ്റെയിനിനെ റെസിസ്റ്റ്, കറകളെയും റെസിസ്റ്റ് ചെയ്യണം. വാർണിഷസ് ഓഫ്റ്റൺ പ്രൊവൈഡ് എക്സലൻറ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വാട്ടർ ആൻഡ് സ്റ്റെയിൻസ്. സ്റ്റെയിനെയും വാട്ടറിനെയും റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ത്, നല്ലൊരു വാർണിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 5 പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡ്യൂറബിലിറ്റി പറഞ്ഞു, ഡ്യൂറബിൾ ആയിരിക്കണം, സ്ക്രാച്ചസ് വാട്ടർ ആൻഡ് സ്റ്റെയിൻസിനെ റെസിസ്റ്റ് ചെയ്യണം. പിന്നെ എന്താണ്, റാപ്പിഡ് ഡ്രൈയിങ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവണം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ ഹാർഡ്നെസ് കിട്ടുള്ളൂ. ഈ ഡ്രൈ ആവാനായിട്ടുള്ള സമയം കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, വാർണിഷ് സോഫ്റ്റൻ ആവാൻ തുടങ്ങും. ഓക്കെ, പിന്നെന്താണ്, യൂണിഫോമിറ്റി, എല്ലായിടത്തും ഒരേപോലെ കളറായിരിക്കണം. പിന്നെന്താണ്, ലോങ് ലാസ്റ്റിംഗ്, ഈട് നിൽക്കുന്നത് പോലെ തന്നെ എന്തായിരിക്കണം, ഫെയ്ഡ്, അതായത് കളർ ഫെയ്ഡ് ആവാനായിട്ട് പാടില്ല, ക്രാക്കിംഗ് ഒന്നും ഉണ്ടാവാനായിട്ടും പാടില്ല. പിന്നെന്താണ് ലാസ്റ്റ് പോയിൻ്റ് പറയുന്നത്, വാട്ടർ ആൻഡ് സ്റ്റെയിൻ റെസിസ്റ്റൻസ്. എന്താണ്, ഒരു നല്ലൊരു വാർണിഷ് ആണെങ്കിൽ എന്ത് വേണം, വാട്ടറിനെയും അതുപോലെ തന്നെ സ്റ്റെയിൻ, കൊറോഷൻ, അതിനൊക്കെ എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ക്ലിയർ അല്ലേ 5 പോയിൻ്റ്? പിന്നെന്താണ് വരുന്നത്, ഡിസ്റ്റിമ്പേഴ്സ്. എന്താണ് ഡിസ്റ്റിമ്പേഴ്സ്? ഡിസ്റ്റിമ്പർ കേട്ടിട്ടുണ്ടോ? സ്ക്രീൻ പോയോ? എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. എന്താണ് ഡിസ്റ്റിമ്പേഴ്സ്? നമ്മൾ ഈ വാർണിഷ് പോലെ തന്നെ ചെയ്യുന്ന ഒരു പെയിൻറ്റിൻ്റെ കോട്ടിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുക? ഡാം പ്രൂഫ് കേട്ടിട്ടുണ്ടോ? ഡാം പ്രൂഫ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്തിനാ നമ്മൾ ഡാം പ്രൂഫിങ് ചെയ്യുക? അതായത് ഈ വാട്ടർ പെനിട്രേഷൻ കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഇൻസെക്ട്സിൻ്റെ അറ്റാക്കിങ് കുറയ്ക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൂടുതൽ ചെയ്യുക, ഡാം പ്രൂഫിങ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലെയറാണ് എന്ത്, ഡിസ്റ്റിമ്പർ എന്ന് പറയുന്നത്.
നോക്കിയേ, ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസ്റ്റംബർ ഈസ് എ വാട്ടർ ബേസ്ഡ് പെയിൻറ് ഓൾസോ നോൺ ആസ് സിമെൻറ്റ് പെയിൻറ് commonly used for interior and exterior walls, made from chalk, lime, water and sometimes pigments and binder. എന്താണ് പറയുന്നത്? സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിസ്റ്റംബർ ഈസ് എ വാട്ടർ ബേസ്ഡ് പെയിൻറ്. എന്താണ്? വാട്ടർ ബേസ്ഡ് പെയിൻ്റാണ്. ഒരു പെയിൻറ് തന്നെയാണ് എന്ത് ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. എന്ത് പെയിൻറ്റാ? മുമ്പ് മെൽഷന് മുമ്പ് അടിച്ചിരുന്ന സാധനം ഡിസ്റ്റംബർ എന്ന് പറഞ്ഞ പെയിന്റ് ആയിരുന്നു. ഒരു 10-20 വർഷം മുമ്പ്. അതെ. എന്താണ് ഡിസ്റ്റംബർ? വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ് എന്ത് ഡിസ്റ്റംബർ. ഓൾസോ നോൺ ആസ് എന്താണ്? സിമെന്റ് പെയിന്റ്. സിമെന്റിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാ? മറന്നോ? ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ഈ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. സിമെൻറ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് സിമെൻറ്റ് പെയിൻറ്റ് കോമൺലി എന്താണ് സിമെൻറ്റ് പെയിൻറ്റ് എന്നൊന്നും നമ്മൾ പറയാറുണ്ട്. എന്തിനാണ്? കോമൺലി യൂസ്ഡ് ഫോർ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്. ഇൻറ്റീരിയർ വാൾസിലും എക്സ്റ്റീരിയർ വാൾസിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്റ്റംബേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നോട്ടയ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ് മെയ്ഡ് ഫ്രം ചോക്ക്, ലൈം, വാട്ടർ ആൻഡ് സംടൈംസ് പിഗ്മെൻറ്റ്സ് ആൻഡ് ബൈൻഡർ. എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ചോക്ക്, ലൈം, വാട്ടർ, പിന്നെ എന്ത് യൂസ് ചെയ്യും? പിഗ്മെൻറ്റ്സ്. നമുക്ക് കളർ വേണ്ടതാണെങ്കിൽ നമ്മൾ കളർ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്യും. പിന്നെന്താണ്? ബൈൻഡർ. നമ്മൾ നോർമലി പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്താണ്? ചോക്കായിരിക്കാം, ലൈമായിരിക്കാം, വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. സംടൈംസ് പിഗ്മെൻറ്റ്സ്. നമുക്ക് കളർ വേണ്ട ഇതാണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? കളർ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്യും. പിന്നെന്താണ്? ബൈൻഡർ. അതായത് പെയിൻറ്റിലെല്ലാ പ്രോപ്പർട്ടീസ് അതായത് എല്ലാ മോളിക്യൂൾസിനെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനെയും എന്ത് ചെയ്യാൻ? ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് നിർത്താനാണ് നമ്മൾ ബൈൻഡർ യൂസ് ചെയ്യുക. എന്തൊക്കെയാണ്? വാട്ടർ ബേസ്ഡ് പെയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്റ്റംബർ എന്ന് പറയുക. പിന്നെന്താണ്? കോമൺലി എന്ത് പറയും? സിമെൻറ്റ് പെയിൻറ്റ് എന്നുകൂടി പറയാറുണ്ട്. ഇൻറ്റീരിയർ വാൾസിലും എക്സ്റ്റീരിയർ വാൾസിലും യൂസ് ചെയ്യും. എന്താണ്? ചോക്ക്, ലൈം, വാട്ടർ, പിഗ്മെൻറ്റ്സ് ആൻഡ് ബൈൻഡർ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ. അടുത്ത എന്താണ്? ക്യാരക്ടേഴ്സ് ഓഫ് ഡിസ്റ്റംബർ. ഡിസ്റ്റംബറിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരു പെയിൻറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഡിസ്റ്റംബർ കേട്ടോ. എന്ത് വേണം ആദ്യം വരുന്നത്? ഡ്യൂറബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. എന്താ വരുന്നത്? ഡ്യൂറബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. എന്താണ്? എ ഗുഡ് ഡിസ്റ്റംബർ ഷുഡ് വിത്ത്സ്റ്റാൻഡ് റെഗുലർ വിയർ ആൻഡ് ടിയർ, മെയിൻറ്റെയിനിങ് ഇറ്റ്സ് കളർ ആൻഡ് ഫിനിഷ് ഫോർ എ ലോങ് ടൈം. എന്ത് വേണം? തേയ്മാനമൊന്നുമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനൊക്കെ? കളർ ആൻഡ് ഫിനിഷ് ഫോർ എ ലോങ് ടൈം. കളറൊന്നും ഫെയ്ഡ് ആവാതെ തേയ്മാനമൊന്നുമില്ലാതെ അതിനെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒന്നാണ് എന്ത്? ഡിസ്റ്റംബർ എന്നുള്ളത്. ഓക്കെ. നമ്മൾ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയിൽ പറഞ്ഞ സെയിം തന്നെയാണ് വരുന്നത്. ഡ്യൂറബിലിറ്റി വാർണിഷ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എന്താണ് പെയിൻറ്റിൽ പറഞ്ഞില്ലേ? റെസിസ്റ്റൻസ് ടു വിയർ പറഞ്ഞ പോലെ കേട്ടോ. പിന്നെന്താണ്? വാഷബിൾ ആൻഡ് ഈസി ടു ക്ലീൻ. എന്താണ് വേറൊരു കാര്യം എന്താ പറയുന്നത്? വാഷബിൾ ആയിരിക്കണം. നമുക്ക് എന്താണ്? വാട്ടർ യൂസ് ചെയ്ത് കഴുകാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ വാട്ടർ അത് ഈ തേയ്മാനം തന്നെയാണ്. അത് പെയിൻറ്റിലൊക്കെ വരുമ്പോഴേ ഈ
പൊളിഞ്ഞു പോരുന്ന സംഭവമില്ലേ, അതായത് തേയ്മാനം മാത്രമല്ല അതിൽ പെടുക, എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് മൊത്തത്തിൽ ഇങ്ങനെ ഒലിഞ്ഞു പോരാൻ തുടങ്ങും, അതായത് ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോർഷനിലേക്ക് തേയ്മാനം തന്നെയാണ് വരുന്നത്. ഒരു തരത്തിൽ തേയ്മാനം തന്നെയാണ് പറയാം. പിന്നെന്താണ് പറഞ്ഞേ, നമ്മൾ വാഷബിൾ ആയിരിക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കണം, അത് വാഷ് ചെയ്യാൻ പറ്റണം. എന്ത് ക്വാളിറ്റിയും കൂടി വേണം. അപ്പോൾ അതിന് വാട്ടറിനെ എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ. അപ്പോൾ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പാടില്ല, പക്ഷെ എന്താണ്, നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സർഫസ് ആയിരിക്കണം എന്ത്, ഡിസ്റ്റിംബേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള സർഫസ്. മനസ്സിലായോ? ഡിസ്റ്റിംബേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള സർഫസിൽ എന്ത് വേണം, വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സർഫസ് ആയിരിക്കണം എന്ത്, ഡിസ്റ്റിംബേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള സർഫസ് കേട്ടോ. വാട്ടറിനെ എന്ത് ചെയ്യാൻ പാടില്ല, അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ്, ഡിസ്റ്റിംബർ ഷുഡ് ബി ഈസി ടു ക്ലീൻ വിത്ത് എ മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഏരിയാസ് പ്രോൺ ടു ഡേർട്ട് ആൻഡ് ക്രീം. എന്താണ്, അതായത് ഏത് ഏരിയസിൽ ഡേർട്ട്, എന്താ ഡേർട്ട്, അഴുക്കും അതുപോലെ തന്നെ ചെളിയുമുള്ള ഏരിയാസിൽ എന്ത് പറ്റും, ഈ വോൾസിൽ, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള വോൾസിൽ ചെളിയും അഴുക്കും പൊടിയും ഒക്കെ പിടിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഏരിയാസിൽ നമ്മൾ എന്താണ്, മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം, ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം. അതായത് എന്താണ്, ചെളിയും അഴുക്കുള്ള സ്ഥലങ്ങളിൽ, പൊടിയും ഇതൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ കഴുകാൻ പറ്റണം, നമുക്ക് മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഈസിലി വാഷ് ചെയ്യാനായിട്ട് പറ്റണം. മനസ്സിലായോ? ഈസി ടു ക്ലീൻ, വാഷബിൾ ആയിരിക്കണം. അതിൽ മെയിൻ പോയിന്റ് ഓർമ്മ വയ്ക്കേണ്ടത് എന്താണ്, വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല. വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ലെയർ ആയിരിക്കണം ഈ ഡിസ്റ്റിംബർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തെന്താണ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. എന്താ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, പ്രകൃതി സൗഹൃദത്തിലായിരിക്കണം. എന്താണ്, ഡിസ്റ്റിംബർ ഈസ് ജനറലി വാട്ടർ ബേസ്ഡ് കണ്ടെയ്നിങ് ഫേവർ ഹാംഫുൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് VOCs. എന്താണ് VOCs, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതിനാണ് VOC എന്ന് പറയാം കേട്ടോ. കമ്പയർഡ് ടു ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ബെറ്റർ ഇൻഡോർ എയർ ക്വാളിറ്റി. എന്താണ് പറയുന്നത്, ഹാംഫുൾ ആയിട്ടുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തിനെ അപേക്ഷിച്ച്, എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്സിനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെമിക്കലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള പെയിൻറ്റ്സ് ആണല്ലേ. ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ കെമിക്കൽ സോൾവെൻറ്റ്സ് കൂടുതലുള്ള പെയിൻ്റാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വാട്ടർ ബേസ്ഡ് പെയിൻറ്റ്സ് എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത്. പിന്നെന്താണ്, കോൺട്രിബ്യൂട്ടിംഗ് ടു ബെറ്റർ ഇൻഡോർ എയർ ക്വാളിറ്റി, എയർ ക്വാളിറ്റീനെ കൂട്ടുന്നുണ്ട്. ബെറ്റർ ഇൻഡോർ എയർ ക്വാളിറ്റി എന്താണ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഓയിൽ ബേസ്ഡ് പെയിൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെന്താണ്, ബെറ്റർ എയർ ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. ഓക്കെ ആണല്ലോ. ബുദ്ധിമുട്ടാണോ? ഒന്നുമില്ല, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാനത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുള്ളൂ. നിങ്ങൾക്ക് പറയുമ്പോൾ ഈ പോയിന്റുകൾ, മെയിനായിട്ടുള്ള പോയിന്റുകൾ ഡ്യൂറബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. അതിലെന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ മാത്രം എഴുതുക. അല്ലെങ്കിൽ നമ്മൾ ആ പോയിന്റ് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതെന്താണെന്ന് അറിയണ്ടേ? അതിനാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ട് തരുന്നത് കേട്ടോ. അല്ല, ഇത് മൊത്തം കാണാതെ പഠിക്കാനല്ല. എന്താണ് വരുന്നത് അടുത്തത്? മാറ്റ് ഫിനിഷ്. എന്താ മാറ്റ് ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് അല്ലേ? ചുളിവുകളൊന്നും ഇല്ലാത്ത, സ്ക്രാച്ചസ് ഇല്ലാത്ത, ക്രാക്കർ ഇല്ലാത്ത ഒരു ഫൈനൽ ഫിനിഷ് അല്ലേ? നല്ലൊരു മാറ്റ് ഫിനിഷ്. ഡിസ്റ്റംബർ ഈസ് known for its matte finish which can be ideal for creating a subtle and elegant look. എന്താണ്? ഒരു എലഗൻറ്റ് ലുക്ക്. അതായത് ഞാൻ പറഞ്ഞ പോലെ ചുളിവുകൾ പാടില്ല, ക്രാക്കേഴ്സ് പാടില്ല, ഒരു ഡാമേജും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് കോട്ട് പോലെ ആയിരിക്കണം എന്ത്? ഡിസ്റ്റംബർ. മാറ്റ് ഫിനിഷ് നല്ല എലഗൻറ്റ് ലുക്കോട് കൂടിയിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കണം. ഒരു ലാസ്റ്റ് കോട്ട് ഫിനിഷിംഗ് ഒക്കെ പോലെ. ഓക്കെ. എന്താണ് വരുന്നത്? ഈസി ടു അപ്ലൈ. എന്താണ് വരുന്നത്? ഈസി ടു അപ്ലൈ. എന്താണ്? നമ്മൾ നേരത്തെ പെയിൻറ്റിലും വാർണിഷിലും ഒക്കെ പറഞ്ഞ പോലെ എന്താണ്? നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്താണ്? ഡിസ്റ്റംബർ ഈസ് ഈസി ടു അപ്ലൈ ഡയറക്റ്റ്ലി ഓൺ പ്ലാസ്റ്റേർഡ് സർഫസ്. എന്താ പ്ലാസ്റ്റേർഡ് സർഫസസ്? എന്താ പ്ലാസ്റ്റേർഡ് സർഫസസ്? എന്താ പ്ലാസ്റ്റേർഡ് സർഫസ് എന്ന് പറഞ്ഞാൽ? പ്ലാസ്റ്ററിങ് ചെയ്യാന്ന് വെച്ചാൽ തേപ്പ് ചെയ്തിട്ടുള്ള സർഫസിൽ എന്താണ്? ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയായിരിക്കണം ആ ഡിസ്റ്റംബറിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കേണ്ടത്. എന്താണ്? മേക്കിംഗ് ഇറ്റ് എ കൺവീനിയൻറ്റ് ചോയ്സ് ഫോർ DIY പ്രൊജക്റ്റ്. എന്താ DIY പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ്? അറിയില്ല. ആർക്കും അറിയില്ല? അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ ഇല്ലേ? അതായത് പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ട പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കില്ലേ? പെട്ടെന്ന് തീർക്കുക. അതായത് നമ്മുടെ പണികൾ ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തീർക്കേണ്ട പ്രൊജക്റ്റുകളാണ് എന്ത്? DIY പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചെറിയ ടൈം പീരീഡ് ഉണ്ടായിരിക്കുള്ളൂ. ചെറിയ ടൈം പീരീഡിൽ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട വർക്കുകളായിരിക്കും അല്ലെങ്കിൽ പ്രൊജക്റ്റുകളായിരിക്കും. അതായത് അതിനനുസരിച്ച് ലാർജ് പ്രൊജക്റ്റുകളായിരിക്കും. അതായത് ചെറിയ പ്രൊജക്റ്റുകളായിരിക്കില്ല, ലാർജ് പ്രൊജക്റ്റുകൾ നമ്മൾ ചെറിയ ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിൻ്റെ നോട്ട്സ് ഞാൻ വേണമെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരാം അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അടുത്ത എന്താണ്? അത് ഈസി ടു അപ്ലൈ. അത് നമ്മൾ പെയിൻറ്റിലും വാർണിഷിലും പറഞ്ഞ പോലെ തന്നെ എഴുതി പോവാം. അതിൻ്റെ ഫുൾ ഫോം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. ചെക്ക് ചെയ്തിട്ട് പറയാം. എൻ്റെ നോട്ട്സ് വേണമെങ്കിൽ അതിനോടൊപ്പം സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അടുത്ത എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്. എന്താ കോസ്റ്റ് എഫക്റ്റീവ്?
നമ്മളിപ്പോൾ പറഞ്ഞു ഒരു 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 എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒത്ത റേറ്റ് ആണോ നോക്കും അല്ലേ? അല്ല, നമ്മൾ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ മേടിക്കുക. എന്തായിരിക്കണം? കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അതായത് എന്താണ്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം അല്ലേ? നമ്മുടെ കയ്യിൽ എത്രത്തോളം പൈസയുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആണോ വരിക, കോസ്റ്റ് ആണോ ഇതിന് നമുക്ക് ചിലവാക്കേണ്ടി വരാൻ നോക്കിയിട്ടായിരിക്കും എന്ത് പറയുക, അത് നമ്മൾ മേടിക്കുക. അത് ഏതൊരു സാധനമായാലും അങ്ങനെ തന്നെയാണ് അല്ലേ? അവൈലബിലിറ്റി, അതിൻ്റെ അവൈലബിലിറ്റി നോക്കും, അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് നോക്കും. എന്താണ്? ഡിസ്റ്റിംബർ ഈസ് ജനറലി ലെസ് എക്സ്പെൻസീവ് ദാൻ അതർ ടൈപ്സ് ഓഫ് പെയിൻറ്റ്സ് മേക്കിംഗ് ഇറ്റ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ. എന്താണ് ഡിസ്റ്റിംബർ? എന്താണെന്ന് പറഞ്ഞേ? എക്സ്പെൻസീവ് കുറവാണ്. എന്താണ്? ബാക്കിയുള്ള പെയിൻറ്റുകളെ അപേക്ഷിച്ച് വരുന്ന കോസ്റ്റ് എന്താണ്? കുറവാണ്. അതിനെയാണ് പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ. അതിന് ബഡ്ജറ്റ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് എഴുതിയിട്ട് എഴുതിയാൽ മതി. ഡിസ്റ്റിംബർ ഈസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ. ഇത്ര എഴുതിയാലും മതി. നിങ്ങൾക്ക് അതാണ് മനസ്സിലായതെന്നുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. ഓക്കെ. അതായത് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ എന്ത് വരണം? ബാക്കിയുള്ള പെയിൻറ്റുകളെ അപേക്ഷിച്ച് ഡിസ്റ്റിംബറിന് എന്താണ്? കോസ്റ്റ് കുറവാണ്. ഇപ്പം എന്ത് പറയാം? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു എന്താണ്? ഡ്യൂറബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. പിന്നെന്താ പറഞ്ഞേ? വാഷബിൾ ആൻഡ് ഈസി ടു ക്ലീൻ. പിന്നെന്താണ്? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം. പിന്നെന്താണ്? അടുത്ത പോയിന്റ് എന്താ? മാറ്റ് ഫിനിഷ് ആയിരിക്കണം. പിന്നെന്താണ്? ഈസി ടു അപ്ലൈ. പിന്നെന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഡിസ്റ്റിംബർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇൻഗ്രീഡിയൻസ്? ഡിസ്റ്റിംബറിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അല്ലേ? ഡിസ്റ്റിംബർ എന്താണെന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ യൂസ് ചെയ്യുക. ചോക്ക്, ലൈമ്, വാട്ടർ, അതുപോലെ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണ്? ചോക്ക്. എന്താണ്? എ ഫൈൻ വൈറ്റ് പൗഡർ ദാറ്റ് ഡിസോൾവ്സ് ഇൻ ടു എ ക്രീമി പേസ്റ്റ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ. എന്താണ്? ചോക്ക്. ചോക്ക് പൗഡർ എന്താണ്? ഒരു വൈറ്റ് ക്രീമി പേസ്റ്റ് ഫോമിലേക്ക് ആക്കിയിട്ട് എന്തുമായിട്ട് മിക്സ് ചെയ്യും? വാട്ടറായിട്ട് മിക്സ് ചെയ്യും. അവിടെയാണ് നമ്മുടെ വാട്ടറിൻ്റെ വരുന്നത് കേട്ടോ. ചോക്കും വാട്ടറും. ചോക്ക് എന്താണ് ചെയ്യുന്നത്? ചോക്ക് പൗഡർ വൈറ്റ് ക്രീമി സ്ട്രക്ചർ പേസ്റ്റ് ഫോമാക്കുക. എന്തായിട്ട്? വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട്. ക്ലിയർ ആണോ? ചോക്കും വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഒരു ക്രീമി പേസ്റ്റ് ടെക്സ്ചർ ആക്കി മാറ്റും. പിന്നെന്താണ്? ലൈമ്. എന്താണ്? അതുപോലെ തന്നെ ലൈം. ചോക്കിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ലൈം യൂസ് ചെയ്യാം. എന്താണ്? എ കമ്പോണൻറ്റ് ഓഫ് ഡിസ്റ്റിംബർ. അതായത് ഡിസ്റ്റിംബറിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ത്? ലൈമും. ഓക്കെ. ചോക്ക് പോലെ തന്നെ ലൈമും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വാട്ടർ. നമ്മൾ വാട്ടർ പറഞ്ഞു അല്ലേ? എന്തിനാണ്? ചോക്ക്, ലൈമ് അതൊക്കെ എന്ത് ചെയ്യാനായിട്ട്? മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? പിഗ്മെൻറ്റ്സ് ആണ് വരുന്നത്. പിഗ്മെൻറ്റ്സ് എന്താണ്? യൂസ്ഡ് ടു കളർ ദി പെയിൻറ്റ്. പെയിൻറ്റിന് കളർ കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബൈൻഡർ ഏതാണ്? നിങ്ങൾക്ക് ഡൗട്ട് വരാം, ബൈൻഡർ കാണാനില്ലല്ലോ എന്ന്. ഏതാണ് ബൈൻഡർ? സിമെന്റ് ഇല്ലല്ലോ ഇതില്. സിമെന്റ് പെയിന്റ് ആണല്ലോ. അതിൽ ബൈൻഡർ ഏതാണ്?
ലൈം ഞാൻ പറഞ്ഞില്ലേ, ലൈം നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞതാണ് എന്ത്, ബൈൻഡിങ് മെറ്റീരിയൽ ആണ് എന്ത്, ലൈം എന്നും. ലൈം മോട്ടാറൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് എന്താണ്, ബൈൻഡർ ആണ്. ഇതിലെ ബൈൻഡർ എന്ന് പറയുന്നത് എന്താണ്, ലൈമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞു ചോക്ക് വരുന്നുണ്ട്. ചോക്ക് എന്താണ്, വാട്ടറായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീമായിട്ടുള്ള പേസ്റ്റ് ഫോമിലേക്ക് ആക്കണു, വാട്ടർ ആഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ലൈമും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, വാട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വാട്ടർ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, പിഗ്മെൻറ്റ്സ് എന്താണ്, യൂസ്ഡ് ടു കളർ ദി പെയിൻറ്റ്. പെയിൻറ്റിന് കളർ കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണുള്ളത്, പെയിൻറ്റ്, വാർണിഷ്, ഡിസ്റ്റിംബർ. ഇത് മൂന്നും ഒരേ ഫോർമാറ്റിൽ വരുന്നതാണ്, അതാണ് ഒറ്റ ഇതിലെടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന അടുത്തൊരു മെറ്റീരിയലാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അത് കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അങ്ങനെ കുറച്ച് പേരാകെ 5 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതിലിപ്പോൾ എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ലല്ലോ. 5 പേരുണ്ടല്ലേ, വളരെ കുറവാണ്. നമുക്ക് ഇതുവരെ അങ്ങനെ 5 പേരായിട്ട് ക്ലാസ് ആയിട്ടില്ല. കുട്ടി റിയാസ് പിന്നെ അങ്ങനെയുള്ളവരൊന്നും കാണില്ല. അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോ, വെള്ളിയല്ലേ ഇന്ന്, വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ല, പള്ളിയിൽ പോകുന്നോണ്ടാണ്. ഇന്ന് നമസ്കാരം ഉണ്ട്, അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകാൻ